അപ്പോൾ നമ്മുടെ പൊയ്ക്കി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏകദേശം 300 വർഷം മുന്നേ ഡച്ചുകാർ സൗത്ത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ഫുഡ് ഐറ്റം കേട്ടോ പൊയ്ക്കി. അപ്പോൾ ഇതാട്ടോ പൊയ്ക്കി ഉണ്ടാക്കുന്ന പോട്ട്. ഇതൊരു കാസ്റ്റ് അയണിൻ്റെ പോട്ടാണ്. അത്യാവശ്യം നല്ല കനമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വൈഷ്ണൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നമ്മൾ എടുത്തുകൊണ്ട് വന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രായി ഉണ്ടാക്കിയ ബാർബിക്യൂ സ്റ്റാൻഡ് കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് കോളും കുറച്ച് തടിയൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് കത്തിക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് പോട്ടിറക്കി വെക്കാനാണ് നമ്മുടെ പരിപാടി. പൊയ്ക്കി അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള മീല. അതിന് മുന്നേ കുറച്ച് വൈനൊക്കെ ഒന്ന് കാച്ചിയേക്കാന്ന് ഓർത്ത് കേട്ടോ. ഇത് ക്ലിയർ വൈനാണ്. ടേസ്റ്റ് നോക്ക്. ജ്യൂസ് പോലെയല്ലേ? അപ്പം നമ്മളിന്ന് പൊയ്ക്കി ഉണ്ടാക്കുന്ന ചിക്കൻ വെച്ചിട്ടാട്ടോ. അപ്പോൾ പൊയ്ക്കി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ആട്ടോ ഇതൊക്കെ. ഇത് പൊട്ടറ്റോ, ക്യാരറ്റ്, സ്വീറ്റ് പൊട്ടറ്റോ, പിന്നെ ബേബി കോണ്, കുക്കുംബർ, അതുപോലെ തന്നെ കുറച്ച് വെള്ള ഉള്ളി ആട്ടോ, പിന്നെ ഗാർലിക്കും. ഇതിനകത്ത് വേണമെങ്കിൽ ഗ്രീൻ പീസും ബീൻസും മഷ്റൂമും ഒക്കെ ഇടാൻ കേട്ടോ. അപ്പോൾ ഇത് തൈം എന്ന് പറഞ്ഞ ലീഫാട്ടോ. പിന്നെ ക്യാബേജ് ആട്ടോ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഇനിയും പോയി നമ്മുടെ പൊയ്ക്കി പോട്ടൊക്കെ ചൂടായോ എന്നൊക്കെ പോയി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിട്ട കോളും തടിയൊക്കെ ചൂടായി തുടങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ പൊയ്ക്കി പോട്ടൊന്ന് ഇറക്കി വെക്കണം. ഇത് വെച്ചിട്ടേ എനിക്കൊരു കാലിറക്കിയൊക്കെയുള്ള സ്ഥലം ഉണ്ടാക്കി. അപ്പോൾ പൊയ്ക്കി സൗത്ത് ആഫ്രിക്കയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഡച്ചുകാരാട്ടോ 300 വർഷം മുന്നേ. അപ്പോൾ ഡച്ചുകാർ സൗത്ത് ആഫ്രിക്കയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള കാസ്റ്റ് അയൺ പോട്ട് ഇങ്ങനെ ക്യാരി ചെയ്യും കേട്ടോ. ഈ പോട്ടിന് നല്ല കനമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഭയങ്കര ഡ്യൂറബിളുമാണ്. അപ്പോൾ ഇവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള മീറ്റും വെജിറ്റബിൾസും ഗ്രെയിൻസും സ്പൈസസും ഒക്കെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്ന ഒരു ഡിഷ് അങ്ങോട്ട് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള പൊയ്ക്കി ഡിഷ് എന്ന് പറഞ്ഞാൽ ചിക്കനും ബീഫും മട്ടനും ഒക്കെ കേട്ടോ. അപ്പോൾ പണ്ടത്തെ കാലം യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വൈൽഡായിട്ട് അവൈലബിൾ ആയിട്ടുള്ള മീറ്റാണ്. അപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടി ഒഴിക്കുന്ന വെള്ളമല്ല, അതിന് പകരം ബ്രോത്തോ അല്ലെങ്കിൽ നല്ല വൈനോ ആട്ടോ ഒഴിക്കുന്നത്. നമ്മുടെ പോട്ട് അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒഴിക്കുന്ന കുറച്ച് സൺഫ്ലവർ ഓയിൽ കേട്ടോ. എന്നിട്ട് ആ പോട്ടിൻ്റെ എല്ലാ സൈഡിലും ഒന്ന് തേച്ച് പിടിപ്പിക്കണം. మొత్తం పాట్ అని కవర్ చేయవచ్చు. normal sunflower. Oh my god. I'm doing this so. എണ്ണയൊക്കെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഉള്ളിയും ഗാർലിക്കും പിന്നെ തൈമും കൂടെ ആയിട്ട് ആദ്യം ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലപോലെ ഇളക്കി ആ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടെ ആട്ടോ ഇന്ന് പൊയ്ക്കി നമുക്ക് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം നല്ല ബ്രൗണായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പാപ്രിക്ക പൗഡർ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കുറച്ച് ചിക്കൻ സ്പൈസസ് ആട്ടോ, നമ്മുടെ ചിക്കൻ മസാലയൊക്കെ പോലത്തെ. അപ്പോൾ പാപ്രിക്ക ഇടുമ്പോൾ കുറച്ച് സ്മോക്കി ആയിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ചിക്കൻ്റെ പൗഡർ ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റും കുറച്ച് ആ മണമൊക്കെ കൂടെ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ടെർമറിക്കും കൊറിയാൻഡറും ക്യൂമിനും ചില്ലി പൗഡറോ ചില്ലി ഫ്ലേക്സോ ഒക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ കുറച്ച് സോൾട്ടും കുറച്ച് പെപ്പറും കൂടെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഏകദേശം ഈ പരുവായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ നമ്മളെടുത്ത് ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ചിക്കനിൽ നമ്മൾ പ്രത്യേകിച്ച് മസാലയൊന്നും തേക്കത്തില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ട ആ മസാലകളെല്ലാം ഇതായിട്ട് മിക്സ് ചെയ്ത് അതിലാട്ടോ അത് കുക്കാവുന്നത്. അതുകൊണ്ട് ചിക്കന് സെപ്പറേറ്റ് മസാലയുടെ ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ചിക്കൻ നല്ലപോലെ ഇളക്കി ഇതിലെല്ലാം മസാല പിടിപ്പിക്കുക എന്നുള്ളത് കേട്ടോ. ആദ്യത്തെ ഒരു റൗണ്ട് ഇളക്കി പിടിപ്പിച്ചിട്ട് വേണം ബാക്കി ചിക്കനോട് ഇടാൻ വേണ്ടി. മിക്സർ പോരാ. അപ്പോൾ സംഭവം 1-2 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. ഇത്ര ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഇളക്കാൻ പറ്റുന്നില്ല അതിൻ്റെ അകത്ത്. പിന്നെ ഒരു കിച്ചൺ ക്ലോത്തൊക്കെ ആ പോട്ടിൽ പിടിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് ശരിയാവാത്തതുകൊണ്ട് ചേച്ചിക്ക് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു കേട്ടോ. പെട്ടെന്ന് അത് ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല അതിൻ്റെ മിക്സിങ്. പൊയ്ക്കി ഇച്ചിരി സ്ലോ കുക്ക് ചെയ്യുന്നൊരു ഡിഷാട്ടോ. 2-3 മണിക്കൂർ എടുക്കും അത് റെഡി ആവാൻ വേണ്ടി. അപ്പോൾ നമ്മൾ 6 മണിക്ക് തുടങ്ങിയതാട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആഡ് ചെയ്യുന്നത് ചിക്കൻ ബ്രോത്താട്ടോ. അപ്പോൾ ചിക്കൻ ബ്രോത്തിൻ്റെ അകത്ത് ഒണിയൻ പൗഡർ സൂപ്പും സ്പൈസസും പാപ്രിക്കയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാട്ടോ അതിട്ട് തൊഴിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അടിയിൽ വുഡും ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ, തീ കെട്ട് പോയിരിക്കാൻ വേണ്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പൊട്ടറ്റോ ആട്ടോ. ഈ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കുക്കായി പോകുന്നതുകൊണ്ടാട്ടോ. വെജിറ്റബിൾസ് കുക്ക് ചെയ്യാൻ അധികം സമയം വേണ്ടല്ലോ. അതുകൊണ്ടാട്ടോ നമ്മൾ ചിക്കൻ ആദ്യം ആഡ് ചെയ്തത്. എന്നിട്ട് പതുക്കെ ഓരോ വെജീസായിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ആദ്യം പൊട്ടറ്റോ ആണ് ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് സ്വീറ്റ് പൊട്ടറ്റോ പിന്നെ ക്യാരറ്റും കേട്ടോ. ഇങ്ങനൊരു പോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഈ പോട്ട് അടച്ചു വെക്കാം കേട്ടോ, ഒന്ന് നല്ലപോലെ കുക്കാവട്ടെ. ഞാൻ വീശാൻ പോകും. ടോംസ് മാറ്റി.
ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ തുറന്നൊന്ന് നോക്കി ഒന്ന് ഇളക്കിയൊക്കെ വെച്ച് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഫൈനലായിട്ട് ഇൻഗ്രീഡിയൻസ് ആട്ടോ, ബേബി കോണും കുക്കുംബറും ബാക്കിയുള്ളതെല്ലാം കൂടെ അങ്ങോട്ട് ഇടുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആയി കേട്ടോ. ഇനിയിപ്പോൾ ജസ്റ്റ് അടച്ചു വെച്ച് നല്ലപോലെ ഒന്ന് കുക്കായി എടുത്താൽ മതി. അപ്പോൾ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടി ചേച്ചി കുറച്ചുകൂടെ ബ്രോത്തൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കേട്ടോ അതിനകത്ത്. I could clean the pan. How's it looking? അടുത്ത് പിടിക്കും. അടി പിടിക്കുന്നു. Alright. I know we do. ആയോ? വെള്ളം ഉണ്ടായി മാ? What do you think? Please come this side. Shake it. Yeah. Stir it properly. Yeah. Oh my God! അപ്പോൾ പോയിക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്ന് കുക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും വൈഷ്ണവനോടെ പെട്ടെന്നൊന്ന് ഗാരേജ് വരെ വന്നതാണ്. കുറച്ച് ബ്രെഡ് മേടിക്കണമായിരുന്നു പോയിക്കിനോട് കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം 9:30 9:45 ആയിട്ടോ. അപ്പോൾ നമ്മുടെ പോയിക്ക് റെഡി ആയിട്ടിരിപ്പുണ്ട്. എല്ലാം കൂടെ കുക്കായി കഴിയുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഇരിക്കും കേട്ടോ പോയിക്ക്. ചിക്കനൊക്കെ നല്ലപോലെ വെന്ത് ആ ബോണിൽ നിന്നൊക്കെ ഊരിപ്പോരുമായിരുന്നു കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. പോയിക്ക് എല്ലാവരും ലൈഫിൽ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു ഡിഷ് തന്നെ കേട്ടോ. അപ്പോൾ പോയിക്ക് ഉണ്ടാക്കാൻ നിങ്ങൾ കണ്ട പോലെ വളരെ മിനിമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയിക്കൊക്കെ ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല വൈനൊക്കെ കുടിച്ച് പോയിക്കൊക്കെ തിന്ന് നേരത്തെ തന്നെ കിടന്നു കേട്ടോ. നമ്മൾ നാളെ രാവിലെ തിരിച്ച് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.